ഇപ്പൊ ദേവ്യാനിയുടെ മനസ്സിലെ നയനയെക്കുറിച്ചുള്ള ഓരോ സംശയങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ വെച്ച് ദേവ്യാനി നയനയെ കണ്ടപ്പോ നയനയ്ക്ക് നല്ല തളർച്ചയുണ്ടായിരുന്നു. അത് മാത്രമല്ല, കനക നയനയെ ഇങ്ങനെ പിടിച്ചോണ്ടാണ് നടത്തിക്കുന്നത്. ഇതൊക്കെ കൂടി കൂട്ടി വായിച്ചപ്പോ ദേവ്യാനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ മനസ്സിലോട്ട് കടന്നു വരുന്നുണ്ട്. എന്തായാലും ഇതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ദേവ്യാനി അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പൂജാരി ചോദിച്ച അതേ ചോദ്യം തന്നെ അച്ഛനോട് ദേവ്യാനി ചോദിക്കുന്നുണ്ട്. നയനയ്ക്ക് എന്താ കുഴപ്പം? അവൾക്ക് എനിക്ക് ഒരുപോലെ അർച്ചന നടത്താൻ അവൾക്ക് എന്താ കുഴപ്പം? അവളാണോ എന്നെ ഹോസ്പിറ്റലിൽ സഹായിച്ചത്? എനിക്ക് കരൾ തന്നത് അവളാണോ? ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ദേവ്യാനി ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്. എന്നാലും ആ നയനയ്ക്ക് എന്തായിരിക്കും പറ്റിയത്? അവക്കൊന്നുമില്ലാതെ ആദർശ് അവളെ കാണാൻ പോവില്ലല്ലോ. അത് മാത്രമല്ല, ഈയിടെയായിട്ട് ആദർശനും ജയേട്ടനും അവളെ വല്ലാതെ പുകഴ്ത്തലും കൂടുതലായിരുന്നു. ഈശ്വര, അവളാണ് എന്നെ സഹായിച്ചത്? അതോ അവക്കിനി വല്ല അസുഖമുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എന്ന ആ സമയത്താണ് ജാനകി ദേവ്യാനിയുടെ അടുത്തോട്ട് വരുന്നത്. ഏട്ടത്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കരുത്. പ്രത്യേകിച്ച് ആദർശം ചേട്ടനും ഇവിടെ ഇല്ലാത്തോണ്ട്. ഞാൻ പറയാം ജാനകി. ഇതും പറഞ്ഞ ദേവ്യാനി വീണ്ടും ഓരോന്ന് ആലോചിക്കാൻ കേട്ടോ. അപ്പൊ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, അതെ ഏട്ടത്തി. ആ, എന്തു പറ്റി ജാനകി? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഏട്ടത്തി, അനാമിക മോൾ ഇവിടെ ഇല്ലായിട്ട് എനിക്ക് ആകെ ഒരു ടെൻഷൻ പോലെ. മോൾ ഇവിടുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എത്രയെന്ന് വെച്ചിട്ടാ ആ കുട്ടി എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുക? കാരണം അനിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പ്രതികരണമല്ല ഉണ്ടാകുന്നത്. അപ്പൊ ദേവ്യാനി പറയും, അതിപ്പോ ഞാൻ ആലോചിക്കാനിട്ടല്ലോ ജാനകി. എനിക്കിപ്പോ അനാമിക മോളെ വിളിച്ചോണ്ട് വരാൻ കഴിയാത്ത അവസ്ഥയാ. അല്ലെങ്കിൽ ഞാൻ തന്നെ മോളുടെ വീട്ടിൽ പോയിട്ട് അവരോട് ക്ഷമ പറഞ്ഞ് മോളെ കൂട്ടി വന്നേനെ. നീ വിഷമിക്കണ്ട, എല്ലാത്തിനും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അനി ഇങ്ങോട്ട് വന്നോട്ടെ. അത് പറ്റില്ല ഏട്ടത്തി. അവൻ വന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മോൾ ഇനി അവിടെ നിർത്തുന്നതിൽ ഒരർത്ഥവുമില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് ജാനകി, നീയും ജലജയും കൂടി പോയിട്ട് മോൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അങ്ങനെ വിളിച്ചാൽ മോള് വരുമെന്ന് തോന്നുന്നില്ല ഏട്ടത്തി. ഏട്ടത്തി ഒന്ന് വിളിച്ചു നോക്ക്. ഏട്ടത്തി ഫോണിൽ വിളിച്ച് മോളോട് ഇങ്ങോട്ട് വരാൻ പറ. ഏട്ടത്തി അനാമിക മോൾക്ക് വലിയ കാര്യമാ. അതുകൊണ്ട് മോള് ഏട്ടത്തി വിളിച്ചാൽ വരാതിരിക്കില്ല. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അത് മോൾ ഇതിനു മുമ്പും ഇവിടുന്ന് പോയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇനി തിരികെ വിളിക്കാൻ പോകുമ്പോ അച്ഛനോടും അമ്മയോടൊന്ന് ചോദിക്കണം ജാനകി. ഓ എന്റെ ഏട്ടത്തി അല്ലാതെ ഇങ്ങനെയൊക്കെ പറയൂ. അവരോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരോട് എന്നെ ചോദിച്ചാൽ തന്നെ അവർ മോളെ വിളിച്ചു കൊണ്ടുവരണ്ടെന്ന് തന്നെ പറയൂ. അതെന്താ ജാനകി നീ അങ്ങനെ പറയുന്നത്? അങ്ങനെയൊന്നും അച്ഛനും അമ്മയും പറയില്ല. അവർക്ക് എല്ലാവരും ഒരുപോലെയാ. അത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഏട്ടത്തി വിശ്വസിച്ചോ? അച്ഛന്റെ അമ്മയുടെയൊക്കെ സ്വഭാവം ഇപ്പൊ ഒരുപാട് മാറി. അവർക്ക് വേണ്ടത് നയനയും നവ്യാണ്. മൂന്നാമത്തെ മരുമകളായി വേണ്ടത് ആ മൊട്ടച്ചിയെയും. അതിനുവേണ്ടി അച്ഛനെ അമ്മയൊക്കെ കൂട്ടുപിടിച്ചേക്കുക ആ കള്ളി കനകദുർഗ. ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ എന്തിനാ ജാനകി പറയുന്നത്? ഒരു കാര്യം ചെയ്യേ, നീയും ജലജയും പോയി വിളിച്ചോണ്ട് വാ. അച്ഛനും അമ്മയോടും ഞാൻ സംസാരിച്ചോളാം. പിന്നെ മോളെ ഞാൻ വിളിച്ചു പറയാം. ശരി ഏട്ടത്തി. പിന്നെ മോളോട് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറയണം. ഞാൻ പറയാം. ശരി ഏട്ടത്തി. ഇതും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ ദേവ്യാനി നേരെ പോകുന്നത് പൂജാമുറിയിലോട്ടാണ്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര, അവരെല്ലാവരും മലയ്ക്ക് പോയി വരുമ്പോൾ അനിയുടെ മനസ്സിന് കാര്യമായ മാറ്റം ഉണ്ടാകണേ. അനി അനാമികയെ ഇഷ്ടപ്പെട്ടു തുടങ്ങണേ. അവർക്കിടയിൽ നല്ലൊരു ദാമ്പത്യം ഉണ്ടാകണം. ഒരിക്കലും കൂടിച്ചേരാൻ പാടില്ലാത്ത രണ്ട് ഇണകളെയാണ് കൂട്ടിച്ചേർത്തത്. അതിന്റെ ഭവിഷ്യത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത്. വാഴക്കല്യാണം നടത്തി ദോഷങ്ങളെല്ലാം അകറ്റിയതല്ലേ. പിന്നെന്താ അനിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനെത്രയും പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാക്കി തരണം ഈശ്വര. ഇതും പറഞ്ഞ ദേവ്യാനി പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് ദേവ്യാനി അനാമികയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയം അനാമികയുടെ വീട് കാണിക്കുന്നുണ്ട്. രേവതി ഓടിപ്പാഞ്ഞ് അനാമികയുടെ അടുത്തെത്തിട്ട് പറയുന്നുണ്ട്, മോളെ, ആ ദേവ്യാനി വിളിക്കുന്നുണ്ട്. വല്യമ്മയോ? എന്തിന്? അറിയില്ല. മോളോട് അങ്ങോട്ട് ചെല്ലാൻ പറയാനായിരിക്കും. ആണെങ്കിൽ എന്താ, ഞാൻ പോകുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മോള് പോയില്ലെങ്കിലും അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ മതി. ഒന്ന് പോവാമേ. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ ഞാൻ കൂടെ പോവാനൊന്നും പോകുന്നില്ല. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്തായാലും നീ ഫോണൊന്നും എടുക്ക്. അങ്ങനെ അനാമിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ വല്യമ്മേ. മോൾ ഇവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസമായില്ലേ? എന്താ തിരിച്ചു വരാത്തത്? അത് വല്യമ്മേ, ഞാൻ എന്തിനാ അങ്ങോട്ട് വന്നിട്ട്? അനിക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അനിക്ക് ഇഷ്ടം മുഴുവനും ആ നന്ദുവിനോടാ. പിന്നെ ഞാൻ എന്തിനാ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങി അവിടെ നിൽക്കുന്നത്? അത് മാത്രമല്ല, അവിടെ ഉള്ളവരാരും എനിക്കൊരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും തരുന്നില്ല. മോൾ അങ്ങനെയൊക്കെ തെറ്റായി ചിന്തിക്കുന്നതാ. അനിക്ക് മോളെ വലിയ കാര്യമാണ്. എന്നെ വലിയ കാര്യമായിട്ടാണോ അവൻ ഏത് സമയം ആ നന്ദുവിനെ കാണാൻ വേണ്ടി അവിടേക്ക് പോകുന്നത്? മാത്രമല്ല, ചേച്ചിയുടെ അനിയത്തിയുടെ ശരീരം നന്നാക്കാൻ കുഴമ്പും എണ്ണയും എല്ലാം വാങ്ങിച്ചിട്ടാവൻ പോകുന്നത്. അത് വേറൊന്നുമല്ല. ആ നയനിക്ക് എന്തൊക്കെയോ അസുഖമുണ്ടെന്നാ പറയുന്നത്. അവളെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു. അവക്ക് നല്ല ഔഷധിയുണ്ട്. എന്താ വയ്യായ്മയെന്ന് അറിയില്ല. മോൾക്കറിയാലോ, അവളെ വലിയ കാര്യം അനിക്ക്. അതുകൊണ്ടാ അന്ന് ആയുർവേദ കടയിൽ നിന്ന് അവൻ മരുന്ന് വാങ്ങി പോയത്. അല്ലാതെ മോള് കരുതുന്ന പോലെ നന്ദുവിനെ കാണാൻ വേണ്ടി പോയതല്ല. വല്യമ്മേ, അവക്കൊരു കുഴപ്പമില്ല. അവളെ ഓരോ കുഴപ്പങ്ങളുണ്ടാക്കി മനഃപൂർവ്വം അനിയെ അങ്ങോട്ട് എത്തിക്കുക.
എന്തെങ്കിലും ആവട്ടെ മോളെ, നമുക്കിതിനെയൊക്കെ ശക്തമായി പ്രതിരോധിച്ചല്ലേ പറ്റൂ. അതിന് മോൾ അവിടെ പോയി ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? മോൾ ഇങ്ങോട്ട് വാ, മോളുടെ വിഷമങ്ങൾ എല്ലാവരോടും തുറന്നു പറ. എന്നിട്ട് ഇതിനെന്താ വേണ്ട നടപടികൾ നമുക്കെടുക്കാം. മോൾ അവിടെ ഇങ്ങനെ പോയി നിന്നാൽ ശരിയാവില്ല. അത് മാത്രമല്ല, വല്യമ്മയ്ക്ക് ഇപ്പൊ സുഖമില്ലാതിരിക്കുക. അത് മാത്രമല്ല, മോളെ കാണാനായിട്ട് വല്യമ്മയുടെ മനസ്സിന് ഒരു സുഖവും ഇല്ല. പ്രത്യേകിച്ച് നിന്റെ അമ്മായിയമ്മയ്ക്ക്. മോളെ സ്വന്തം മോളെ പോലെയാ ജാനകി കാണുന്നത്. മോൾ ഇവിടുന്ന് പോകുമ്പോൾ ജാനകി വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. ഇനിയും മോള് ജാനകിയെ വിഷമിപ്പിക്കരുത്. ജാനകിയും ജലജയും അങ്ങോട്ട് വന്നാൽ മോള് കൂടെ വരില്ലേ? അത് എനിക്ക് ഞാൻ വരുന്നതിൽ താല്പര്യമില്ല വല്യമ്മേ, അതുകൊണ്ട് ഞാൻ വരില്ല. മോളെ, വല്യമ്മയുടെ അവസ്ഥ പറയാലോ, അതുകൊണ്ട് വല്യമ്മയ്ക്ക് വിളിക്കാൻ വരാനാവില്ല. അനിയുടെ താല്പര്യക്കുറവൊക്കെ നമുക്ക് ശരിയാക്കാം. മോൾ ഇങ്ങോട്ട് വാ. അവൻ മലയ്ക്ക് പോയി വരുമ്പോൾ മോൾ ഇവിടെ ഉണ്ടാവണം. പറ്റില്ല വല്യമ്മേ, എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മോളെ, ഇത്രയും ദിവസം ഞാനില്ലായിരുന്നു, ഇനിയിപ്പം ഞാനുണ്ട്. അതുകൊണ്ട് മോൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം വല്യമ്മയോട് പറയണം. അല്ലാതെ ഇടിപിടിന്ന് പറഞ്ഞ പോലെ വീട്ടിലോട്ട് പോവല്ലേ. വല്യമ്മേ, ഞാൻ വല്യമ്മയെ ആലോചിക്കായിട്ടല്ല. വല്യമ്മയ്ക്ക് അറിയാലോ, എനിക്ക് വല്യമ്മയെ വിട്ട് ഒരു ദിവസം പോലെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത്, മോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. മോളുടെ പ്രശ്നങ്ങൾക്കൊക്കെ വല്യമ്മ പരിഹാരം കണ്ടെത്തി തരാം. ശരി വല്യമ്മേ. ജാനകിയും ജലജയും അങ്ങോട്ട് വരുന്നുണ്ട്, മോളെ കൂടെ വന്നോളണം കേട്ടോ. ആ ശരി. ഇതും പറഞ്ഞ് ദേവേരി ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട് അമ്മയോട്, അല്ല ഇവിടെ ഒരാൾ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓ, അവരങ്ങനെയൊക്കെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എങ്ങനെ പോവാതിരിക്കാമേ? പിന്നെ ഒരു കാര്യം, ഇത്രയും നിർബന്ധിച്ച് ഞാൻ ചെന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തും പേരും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നേ. അത് തന്നെയല്ലേ ഞാൻ നായികയ്ക്ക് 40 വട്ടം നിന്നോട് പറയുന്നത്. എന്തായാലും എല്ലാം ഒരിക്കൽ റെഡിയാക്കി വെച്ചോ, അവർ വരുമ്പോൾ പോവാനുള്ളതാ. പൊക്കോളാം. ഈ അമ്മയ്ക്ക് എന്നെ പറഞ്ഞു വിടായിട്ട് എന്തൊരു നിർബന്ധം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ദേവ്യാനിയാണ് കേട്ടോ. അപ്പോഴും ദേവ്യാനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നയനിയെ കുറിച്ച് തന്നെയാണ് കേട്ടോ. അപ്പൊ ദേവ്യാനെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്നാലും ആ നയനിക്ക് എന്തായിരിക്കും പറ്റിയത്? എന്തായാലും അച്ഛനും അമ്മയ്ക്ക് ഇതേക്കുറിച്ച് അറിയാതിരിക്കില്ല, അവരോട് തന്നെ ചോദിക്കാം. ഇതും പറഞ്ഞ് ദേവ്യാനി നേരെ അച്ഛനും അമ്മയുള്ള മുറിയിലോട്ട് പോകുന്നുണ്ട്. ദേവ്യാനി മുറിയിലോട്ട് വരുന്നത് കണ്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവ്യാനിയോ, എന്തിനാ മോളെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്? ഈ സമയത്ത് നിനക്ക് നല്ല റെസ്റ്റ് അല്ലേ വേണ്ടത്? ഓ, ഇരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല അച്ഛാ. എന്തു പറ്റി? അവര് മലയ്ക്ക് പോയത് ആലോചിച്ചിട്ടാണോ? അതും പിന്നെ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾക്ക് വേറെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല അമ്മേ. ഞാനൊരു കാര്യം ചോദിച്ചാ അച്ഛനും അമ്മയും എന്നോട് സത്യം മാത്രമേ പറയാവൂ. എന്താ അത്? നയനിക്ക് എന്താ പറ്റിയത്? ഇത് കേട്ട പാടത്തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഒന്ന് ദേവ്യാനോട് പറഞ്ഞൊപ്പിക്കണ്ടേ? അച്ഛൻ അറിയാം നയനിക്ക് എന്താ പറ്റിയതെന്ന്. അച്ഛൻ കള്ളം പറയില്ലെന്നും എനിക്ക് വിശ്വാസമുണ്ട്. പറ അച്ഛാ, അവക്ക് എന്ത് പ്രശ്നമുള്ളത്? മോൾക്ക് എന്ത് പ്രശ്നം? നീ മോളോട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞിരിക്കുവല്ലേ, അതുകൊണ്ട് മലയ്ക്ക് പോയി വരുന്നത് വരെ മോൾ അവിടെ പോയി നിൽക്കുക. അല്ല, എനിക്ക് സത്യം അറിയണം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി വഴിപാട് നടത്തുന്നു. അതേ വഴിപാട് തന്നെ എന്തിനാ നയനിക്കും വേണ്ടി നടത്തുന്നത്? അതാ ഞാൻ ചോദിച്ചത്, നയനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവക്കെന്തോ സാരമായ കുഴപ്പമുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. എന്നോടത് തുറന്നു പറഞ്ഞൂടെ? അതും കൂടി കേട്ടപ്പോൾ ഇവർക്ക് എന്ത് പറയണമെന്നറിയാതെ അവരൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ, അമ്മ, ആരെങ്കിലും പറ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സത്യം എന്താന്ന് എനിക്കറിയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്ത് സത്യം? മോൾക്ക് എന്തൊക്കെയോ ബ്ലഡ് കുറവോ അങ്ങനെ ശാരീരികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതല്ലാതെ മോക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്നും അല്ല, അവക്ക് വേറെന്തോ പ്രശ്നമുണ്ട്. എന്നെ അവളാണോ സഹായിച്ചത്, ആ നയന? ഇത് കേട്ടപ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടിത്തരിച്ച് ഒന്ന് ദേവ്യാനയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പറ അച്ഛാ, അവളാണോ എന്നെ സഹായിച്ചത്? അപ്പം മുത്തശ്ശി ഇങ്ങനെ പറയാൻ തുടങ്ങുന്നുണ്ട്, അത് എനിക്കറിയാം, അവൾ എന്നെ സഹായിക്കില്ല. എന്നാ പിന്നെ അവൾക്ക് എന്താ പ്രശ്നം? ആദർശ സ്വാമിയായി മലയ്ക്ക് പോകുമ്പോഴും അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം ഞാൻ തിരികെ വിളിക്കണമെന്ന് പറഞ്ഞേക്കുവോ അവളെ? ഞാൻ എന്തായാലും തിരികെ വിളിക്കാൻ പോകുന്നില്ല. ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാനാ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നത്. അതോ ഇനി ഞാൻ പറഞ്ഞതാണോ സത്യം? അവളാണോ എന്നെ സഹായിച്ചത്? അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിലെന്താ സംശയം? നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ. നിന്റെ മരുമകളാണ് നിന്നെ രക്ഷിച്ചതെന്ന്. ഇത് കേട്ടപ്പോൾ ദേവ്യാനിയുടെ കണ്ണൊക്കെ ആകെ ചുവന്ന് ഞെട്ടിത്തെരിച്ച് മുത്തശ്ശന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കുകയാണ് ദേവ്യാനി. അല്ല, മോൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിന്നെ എന്തായാലും മോള് സഹായിക്കും. അതിനിടയ്ക്കാണല്ലോ ഈ കുട്ടി കയറി വന്നത്. അപ്പൊ പിന്നെ മോളുടെ ആവശ്യമില്ലെന്ന് തോന്നി. ഒന്നാമത് നയനമോൾക്ക് എന്തൊക്കെയോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മോള് നിന്നെ സഹായിക്കാതിരുന്നത്. അല്ലാതെ മോക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ ദേവ്യാനിയുടെ മനസ്സൊന്ന് ശാന്തമാവുകയാണ് കേട്ടോ. എന്നിട്ട് ദേവ്യാന അച്ഛനും അമ്മയോടും ഒന്നും പറയാതെ തിരിഞ്ഞ് പുറകോട്ട് നടക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം എന്തേ ഈ പറഞ്ഞത്? വീണ്ടും സത്യം മാറ്റി പറയുമെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അറിയില്ലടോ വസുന്ധരെ, കള്ളം പറയരുതെന്ന് ഞാൻ കരുതിയതാ. പക്ഷേ ദേവ്യാനിയുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നി. പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ ജയനോ അജയനോ ഒന്നും ഇല്ലാത്തതാ. ആദർശം ഇവിടെ ഇല്ല. വെറുതെ ദേവ്യാനിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അതെ, എനിക്കും ഇത് തന്നെയാ പറയാനുള്ളത്.
ഇദ്ദേഹം ഇവിടെ ഇരിക്കെ, ഞാൻ എന്തായാലും ദേവേനയുടെ അടുത്തോട്ടൊന്ന് പോയി നോക്കട്ടെ. അവളുടെ മനസ്സ് നന്നായിട്ട് വിഷമിച്ചിരിക്കുക. താൻ ചെല്ല്. അങ്ങനെ മുത്തശ്ശന് ദേവേനയുടെ അടുത്തോട്ട് പോകുന്നൊരു കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.